Hey guys, ഈ കാണുന്നത് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഇറങ്ങിയ S25 Ultra ആണ്. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സാംസങ്ങിന്റെ One UI 7, അതായത് ആൻഡ്രോയിഡ് 15 വന്ന പുതിയ ചേഞ്ചസും ഫീച്ചേഴ്സും ആണ്. One UI 7 അപ്ഡേറ്റിൽ വന്ന കുറേ ചേഞ്ചസും ഫീച്ചേഴ്സും ഒക്കെ ഞാൻ S25 Ultra അൺബോക്സിംഗ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ആ ബേസിക് ഫീച്ചേഴ്സ് അറിയണമെങ്കിൽ ഈ വീഡിയോന് ശേഷം ആ അൺബോക്സിംഗ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിൽ മെയിൻ ആയിട്ട് UI വന്ന ബേസിക് ചേഞ്ചസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഇൻഡെപ്ത് ആയിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടി കാണിച്ചു തരാം. ആദ്യത്തെ ചേഞ്ച് ഈ കാണുന്ന പോലെ എഡ്ജ് പാനലാണ് ഉള്ളത്. ഇവിടെ ആദ്യം തന്നെ AI സെലക്ട് കാണാൻ പറ്റും. അതിന് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആനിമേഷനും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിന്റെ മേലെ ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സർക്കിൾ ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വെബ്സൈറ്റ് ആൻഡ് ജനറേറ്റീവ് എഡിറ്റിന്റെ ഷോർട്ട് കട്ട്സ് കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ഫോട്ടോന്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് അസിസ്റ്റും ജനറേറ്റീവ് എഡിറ്റും കാണാൻ പറ്റും. ഇനി അടിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ, പിൻ ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ആൻഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിന്റെ ഷോർട്ട് കട്ടാണ് കാണാൻ പറ്റുക. പിന്നെ പിൻ, കോപ്പി ആൻഡ് ഷെയറിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ടീന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റീവ് എഡിറ്റിന്റെയും കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസും വരും. ഇനി റൈറ്റിംഗ് അസിസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, റൈറ്റിംഗ് സ്റ്റൈൽ, സമ്മറൈസ്, ബുള്ളറ്റ് പോയിന്റ്, ടേബിൾ ആൻഡ് കമ്പോസറിന്റെ ഓപ്ഷൻസ് അടിയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഫോട്ടോന്റെ മേലെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ആസ് വാൾപേപ്പറിന്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ വാൾപേപ്പറായി സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഡ്രോയിങ് അസിസ്റ്റ് കാണിച്ചു തരാം. നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പോപ്പപ്പ് വരും. സെലക്ട് ചെയ്ത ഫോട്ടോ മുകളിൽ കാണാൻ പറ്റും. അടിയിൽ 6 സ്റ്റൈൽസ് അവൈലബിൾ ആണ്. അതായത് വാട്ടർ കളർ, ഇലിസ്ട്രേഷൻ, പോപ്പ് ആർട്ട്, സ്കെച്ച്, 3D കാർട്ടൂൺ ആൻഡ് ഓയിൽ പെയിന്റിംഗ്. ഇനി ഇവിടെ ഇമേജിന്റെ അല്ലാണ്ട് ടെക്സ്റ്റിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആഡ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ 3D കാർട്ടൂൺ സെലക്ട് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റൈലിലേക്കും മാറും. നമ്മൾ ആഡ് ചെയ്ത പ്രോംപ്റ്റ് അതിലേക്ക് ആഡും ആവും. നമ്മൾ വേറെ സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെയും അടിപൊളി ഒരു റിസൾട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഇത് നമുക്ക് കോപ്പി ചെയ്യാം, ഷെയർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം ആൻഡ് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യാം. ഇനി ജനറേറ്റീവ് എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ AI സെറ്റിംഗ്സ് നമുക്ക് ഗാലറിയിൽ ഓപ്പൺ ആവും. ഇനി എഡ്ജ് പാനലിൽ തന്നെ അടുത്തൊരു ഫീച്ചറാണ് ഡ്രോയിങ് അസിസ്റ്റ്. ഇത് നമ്മുടെ പഴയ സ്കെച്ച് ടു ഇമേജ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട പോലെ ഒരു സിമിലർ ഇന്റർഫേസ് വരും. നമുക്ക് അടിയിൽ നേരത്തെ പോലെ സ്റ്റൈൽസ് അവൈലബിൾ ആണ്. ഇനി മുകളിൽ നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്ത റിസൾട്ടിനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഇനി അടുത്തത് ഫോട്ടോന്റെ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അടിയിലുള്ള സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പുതിയ ഫോട്ടോസ് ജനറേറ്റ് ചെയ്താലും പഴയ ഫോട്ടോസ് ഇതേപോലെ നോക്കാൻ പറ്റും. ഇനി അടുത്തത് ഡ്രോയിങ്ങിന്റെ ഓപ്ഷനാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് സ്കെച്ച് ടു ഇമേജ് യൂസ് ചെയ്ത പോലെ എന്ത് വേണമെങ്കിലും വരച്ചിട്ട് അടിയിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പല സ്റ്റൈലിൽ ജനറേറ്റ് ചെയ്ത ഫോട്ടോസ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോ മാറ്റുമ്പോഴും അത് ഏത് സ്റ്റൈലിന്റെ എന്നുള്ളത് അടിയിൽ ഹൈലൈറ്റ് വരുന്നത് കാണാൻ പറ്റും. അടുത്ത ഫീച്ചർ സാംസങ്ങിന്റെ ഇന്റർനെറ്റ് ബ്രൗസറിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അടിയിലുള്ള AI ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റീഡ് ഹൈലൈറ്റ്സ് അലൗഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് മാത്രം വായിച്ചു തരും. നമുക്ക് അടിയിൽ സ്പീഡ് കൂട്ടാൻ, പോസ് ചെയ്യാൻ ആൻഡ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമല്ല, പിന്നെ നമുക്കത് വായിച്ച് കേൾക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലായിരിക്കും. ഇനി അടുത്ത ചേഞ്ചസ് ഉള്ളത് ലോക്ക് സ്ക്രീനിലാണ്. നമ്മൾ ലോക്ക് സ്ക്രീൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ എഡിറ്റിന്റെ ഓപ്ഷൻ വരും. ഇവിടെ അടിയിൽ വേരിയേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹോമിലേക്ക് മാറും, ലോക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്കിലേക്ക് മാറും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ 2 പേജിലും ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്ത് വെക്കാം. ഇവിടെ ടൈം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തിക്നെസ് മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈൽസിന്റെ ഉള്ളിൽ 2 പുതിയ ആനിമേഷൻ ക്ലോക്സും വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ പൊസിഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇനി ഇവിടെ വിഡ്ജറ്റ്സ് നോക്കുകയാണെങ്കിൽ പുതിയ കുറെ വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഗാലറി വിഡ്ജറ്റ്, കൗണ്ട് ഡൗൺ കലണ്ടർ വിഡ്ജറ്റ് എക്സെട്ര. ഇനി അടുത്തതായി ഗാലറിയിൽ വന്ന കുറച്ച് ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഞാനിവിടെ കുറെ സെൽഫീസ് മോഷൻ ഫോട്ടോ ഓൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോട്ടോ നമ്മൾ ഗാലറിയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മുകളിൽ നമുക്ക് ഇതേപോലെ മോഷൻ ഫോട്ടോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂമറാങ്ക് ആക്കാനും സ്ലോമോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മോഷൻ ഫോട്ടോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ പിക്സൽ ഫോൺസിലൊക്കെ ഉള്ള പോലെ ചൂസ് ബെസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI നമ്മുടെ ഫേസ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സജഷൻസ് തരും. ഇത് ഒരാളുടെ ഫോട്ടോ മാത്രമല്ല, മൾട്ടിപ്പിൾ ഫേസസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ സജഷൻസ് കിട്ടും. ഇനി വ്യൂ മോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ മോഷൻ ഫോട്ടോന്ന് ഇഷ്ടമുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫേസ് ഇവിടെ ഇടാൻ പറ്റും. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അടിയിലുള്ള AIന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇന്റർഫേസ് മൊത്തം മാറിയത് കാണാൻ പറ്റും. അടിയിൽ ഇപ്പോൾ ജനറേറ്റീവ് എഡിറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ടിൽറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പാർട്ട്
സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം, ഓർ ഈവൺ വേറൊരു ഇമേജ് ആഡ് ചെയ്ത് വെക്കാം. ഇനി അടിയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് സ്കെച്ച് ടു ഇമേജിന്റെ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും വരച്ചിട്ട് അടിയിലുള്ള ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി അടുത്ത് പോർട്രേറ്റ് സ്റ്റുഡിയോ ആണ്. ഇവിടെയും UI ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. UI മാത്രമല്ല, ഞാനിവിടെ കോമിക് സെലക്ട് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും പണ്ടത്തേനെക്കാട്ടും ആക്യുറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജനറേഷൻസ് ആണ് കിട്ടുക. ഇനി റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ജനറേറ്റ് വൺ മോറിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ജനറേറ്റ് ചെയ്യാം. അതായത് ഏത് സ്റ്റൈലിട്ട് ജനറേറ്റ് ചെയ്താലും ഫേസ് ആയിട്ട് നല്ല മാച്ചിങ് ഉണ്ടാവും. ഇത് സേവ് ചെയ്യണമെങ്കിൽ അടിയിൽ കാണുന്ന സേവ് കോപ്പി ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ സേവ് ചെയ്ത ഫോട്ടോസിന് ഇതേപോലെ AI ജനറേറ്റഡ് കണ്ടന്റിന് ലെഫ്റ്റ് ബോട്ടം കോർണറിൽ വാട്ടർമാർക്ക് വരും. ഇനി നമ്മൾ ഏതെങ്കിലും വീഡിയോന്റെ മേലെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡ് സ്പീക്കറിന്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ഇറേസർ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലുള്ള വോയിസ്, മ്യൂസിക് ആൻഡ് നോയ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് തരും. നമുക്ക് ഏത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ട അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത് ക്യാമറയിലേക്ക് കിടക്കാം. നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ അഡ്വാൻസ് വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് നമ്മൾ എനേബിൾ ചെയ്യുക. ഇത് നമുക്ക് പ്രോ വീഡിയോ മോഡ് ഓൺലി അല്ലെങ്കിൽ വീഡിയോ ആൻഡ് പ്രോ വീഡിയോ മോഡിലേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ടോപ്പ് കോർണറിൽ ലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഗിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കളർ ഗ്രേഡിംഗ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ ലോഗിൽ എടുത്ത വീഡിയോസ് ഇതേപോലെ കാണാൻ പറ്റുക. റൈറ്റ് ടോപ്പ് കോർണറിൽ ലോഗ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കറക്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോത്തെ കളേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ കോപ്പി ആയിട്ട് സേവും ചെയ്യാം. ഇനി അടുത്ത് സാംസങ് കീബോർഡുള്ള ഒരു ചേഞ്ച് ആണ്. നമ്മൾ ആദ്യം തന്നെ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇമോജിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് AIന്റെ ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോൺസിലൊക്കെ ഉള്ള പോലെ നമുക്ക് ഇപ്പോൾ കസ്റ്റം ഇമോജീസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അടിയിൽ ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ട് മുകളിൽ നമ്മൾ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ജനറേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ ഇതേപോലെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് പ്രോംപ്റ്റ് അല്ലെങ്കിൽ സ്റ്റൈൽ ഇവിടെ നിന്ന് തന്നെ മാറ്റിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാനും പറ്റും. ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിലുള്ള ഡണ്ണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചാറ്റിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ AIന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ UI ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അടുത്തത് സെറ്റിംഗ്സിന്റെ ഉള്ളിലാണ്. നമ്മളിവിടെ ഗാലക്സി AI ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടിക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും, നൗ ബ്രീഫ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കണ്ടന്റ് ടു ഇൻക്ലൂഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ കണ്ടന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പാൻഡ് നൗ ബ്രീഫ് വിത്തൗട്ട് അൺലോക്കിംഗ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ ഫുൾ ആക്സസ് ചെയ്യാം. ഇനി അടുത്ത ഫീച്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോക്കിന്റെ ഉള്ളിൽ ടൈമർ ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിംഗും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിന്റെ ഏറ്റവും അടിയിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇതേപോലെ പിൽ ഷേപ്പിൽ ഇത് കാണാൻ പറ്റും. ഇനി അതിന്റെ അവിടെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ ആപ്പും നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, ഇനി ഹോം സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ നോട്ടിഫിക്കേഷൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ പിൽ ഷേപ്പിൽ കാണാം. ആൻഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവും. അടിക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അവസാനം ഏത് ആപ്പിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ ആ ആപ്പിന്റെ നോട്ടിഫിക്കേഷനാണ് അവിടെ കാണാൻ പറ്റുക. ഇനി അടുത്തൊരു ചേഞ്ച്, ക്ലോക്ക് ആപ്പിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ അലാറംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ടേൺ ഓഫ് ഗ്രൂപ്പ് ആൻഡ് ഡിലീറ്റിന്റെ ഐക്കൺസ് കാണാൻ പറ്റും. ഇതിൽ ഗ്രൂപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗ്രൂപ്പ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡഡ് വ്യൂ കാണാം. ഇതെല്ലാം ഒരേ സമയത്ത് ടേൺ ഓൺ അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ സെറ്റിംഗ്സ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോം സ്ക്രീനിന്റെ മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാൻ പോവാണ്. ഇനി അടിയിലുള്ള സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ പറ്റും. അതായത് ആപ്പിന്റെ സൈസ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും. 3 സൈസാണ് ഉള്ളത്, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. പിന്നെ അതിന്റെ അടിയിൽ നമുക്ക് ആപ്പ് ലേബിളും വിജറ്റ് ലേബിളും എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ചേഞ്ചസ് വന്നിട്ടുള്ളത് വിജറ്റ്സിലാണ്. ഇവിടെ മിക്ക വിജറ്റ്സും റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള വിജറ്റ്സ് കാണുമ്പോൾ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷ്രിങ്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ചെറിയ ഫോൾഡർ ആയിട്ട് ഷ്രിങ്ക് ആവും. അത് മാത്രമല്ല, നമ്മൾ അതിന്റെ മേലെ ഒന്നും കൂടി ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻലാർജ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ വലുതായി വരും. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഗാലറീന്റെ ഒരു പുതിയ വിജറ്റ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ വിജറ്റ് കാണാം. നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആൽബം അല്ലെങ്കിൽ ഇമേജസ് സെലക്ട് ചെയ്യാൻ പറയും. നമുക്ക് ആവശ്യമുള്ള ഇമേജസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അത് മാത്രമല്ല, സെറ്റിംഗ്സിന്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഡിസ്പ്ലേ മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ ആൻഡ് ഫിൽ വിജറ്റിലാണ് ഇരിക്കുന്നുണ്ടാവുക. അത് നമുക്ക് വേണമെങ്കിൽ സ്ട്രെച്ച് ടു ഫിൽ വിജറ്റിലിടാം, ഫിറ്റ് ടു വിജറ്റിലിടാം. പിന്നെ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കലണ്ടറിന്റെ കൗണ്ട് ഡൗൺ വിജറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്കിവിടെ ബർത്ത്ഡേ ഓർ ഇവന്റിന്റെ കൗണ്ട് ഡൗൺ വിജറ്റ് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ ബർത്ത്ഡേ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗണ്ട് ഡൗൺ ഇവിടെ കാണാം. ഇനി അടുത്ത ചേഞ്ച് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ പാനലിലാണ്. നമ്മൾ ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് അടിക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ക്വിക്ക് പാനൽസ് ഒക്കെ കാണാം. ലെഫ്റ്റിൽ നിന്ന് അടിക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ കാണുള്ളൂ. പിന്നെ ക്വിക്ക് സെറ്റിംഗ്സ് പാനലിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അടിയിൽ ചെറിയൊരു ചേഞ്ചസ് വന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് പൊസിഷൻ ചെയ്ത് വെക്കാം. അതിന് ഏറ്റവും മുകളിലുള്ള ഈ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏതാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതിന് മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ റീലൊക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഏത് വേണമെങ്കിലും വെക്കാം. ഈവൻ
വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് വരെ നമുക്ക് പൊസിഷൻ മാറ്റി വെക്കാൻ പറ്റും. ഇനി ഈ കാണുന്ന എഡിറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി സെറ്റിംഗ്സ് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഡണ്ണ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നോക്കുകയാണെങ്കിൽ പാനൽ സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്വിക്ക് പാനൽ ഓൺ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇനി നോട്ടിഫിക്കേഷൻ മാത്രമാണ് വരുള്ളൂ. ലെഫ്റ്റിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാലാണ് ക്വിക്ക് പാനൽസ് വരിക. ഇനി പാനൽ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ തന്നെ മുകളിൽ സെപ്പറേറ്റ് ആൻഡ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നമ്മൾ ടുഗദർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ചും കൂടി ഓപ്ഷൻസ് വരും. ഇനി നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് കാണുന്ന പോലെ നോട്ടിഫിക്കേഷൻ പാനലത്തെ ക്വിക്ക് സെറ്റിംഗ്സും നോട്ടിഫിക്കേഷൻസും ഒന്നിച്ച് കാണാൻ പറ്റും. പിന്നെ എക്സ്പാൻഡഡ് പാനൽ കാണണമെങ്കിൽ പഴയ പോലെ തന്നെ 2 ഫിംഗർ വെച്ചിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്താൽ മതി. ഇനി ഈ ക്വിക്ക് സെറ്റിംഗ് പാനലിൽ നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ ക്വിക്ക് സെറ്റിംഗ്സ് എടുത്താലും അവിടെയുള്ള ആ ഒരു പാനൽ എക്സ്പാൻഡഡ് ആയിട്ടാണ് നമുക്ക് കാണിക്കുള്ളൂ. അതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്ത് വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ പഴയ പോലെ തന്നെ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ പാനലിന്റെ ഉള്ളിൽ തന്നെ പുതിയൊരു ക്വിക്ക് സെറ്റിംഗ് കാണാൻ പറ്റും. ഒരു മ്യൂസിക്കിന്റെ ഐക്കണായിട്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ആനിമേഷൻ കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് ഹം അല്ലെങ്കിൽ സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാട്ട് ഏതെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് തരും. അടുത്തൊരു ഫീച്ചർ ഗാലറി ആപ്പിന്റെ ഉള്ളിലുള്ളത് ഞാൻ ബ്രീഫായിട്ട് പറയാം. ഇതിലിപ്പോൾ വന്നിട്ടില്ല. കറന്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോന്റെ ഉള്ളിൽ ഡിസ്ട്രാക്ടിങ് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിൽ പോവാതെ തന്നെ അതിന്റെ മേലെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോൾ ഷോ ബാറ്ററി പെർസെന്റേജ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിരിക്കുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും ബാറ്ററി പെർസെന്റേജ് ഓൺ ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണം ഓൺ ആക്കാൻ. ഇനി അടുത്തൊരു നോട്ടീസബിൾ ചേഞ്ച് ബാറ്ററിയുടെ ഐക്കണാണ്. ഇപ്പോൾ ഇതേപോലെ പിൽ ഷേപ്പിലാണ് ഇതിന്റെ ഐക്കൺ വരുന്നത്. ഇതിന്റെ ഐക്കൺ മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ്ങിന്റെയും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങിന്റെയും ചാർജിങ് ആനിമേഷനും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷന്റെ സ്റ്റൈല് ഡോട്ട് ആൻഡ് ഐക്കണിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമറയിൽ കുറെ UI ചേഞ്ചസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ S25 Ultra അൺബോക്സിംഗ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോന് ശേഷം S25 Ultra അൺബോക്സിംഗ് വീഡിയോ കണ്ടു നോക്കുക. ഇനി അടുത്തൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ഡയലർ ആപ്പിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ റെക്കോർഡ് കോൾസ് വന്നിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും മുകളിൽ ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ കാണാം. ഇവിടെ നമ്മൾ ഓട്ടോ ഡിറ്റക്ട് ലാംഗ്വേജും ഓട്ടോ ട്രാൻസ്ക്രൈബ് റെക്കോർഡ് കോൾസും എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഏതാ വേണ്ടതെന്നും സെലക്ട് ചെയ്യുക. പുതിയ ലാംഗ്വേജസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ എനേബിൾ ആയതിനു ശേഷം നമ്മൾ ഒരാളെ കോള് വിളിച്ചിട്ട് ആ ഒരു കോള് നമ്മൾ റീസെൻസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത കോൾസ് ട്രാൻസ്ക്രൈബ് ചെയ്ത് ആ ഒരു പേരിന്റെ അടിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ വന്ന കുറച്ച് ചേഞ്ചസ് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബ്രൈറ്റ്നസ് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ എക്സ്ട്രാ ബ്രൈറ്റർ ആവും. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് ഉള്ളിൽ UI ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡോട്ട് ഐക്കൺസ് കാർഡ്സ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഷോ അലേർട്ടിംഗ് നോട്ടിഫിക്കേഷൻസ് ഓൺലി എന്ന് പറഞ്ഞുള്ള ഓപ്ഷനെ എനേബിൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ബാറ്ററി സെറ്റിംഗ്സിലേക്ക് കിടക്കാം. ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ എനേബിൾ ചെയ്തിട്ട് മാക്സിമത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് മുന്നേ നമ്മൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ 80% ചാർജ് സ്റ്റോപ്പ് ആവും. പക്ഷെ നമുക്ക് അടിയിൽ ഇതേപോലെ ഒരു സ്ലൈഡർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 80, 85, 90, 95 ഇതിൽ ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ആ ഒരു സെറ്റ് ചെയ്ത പെർസെന്റേജിൽ എത്തുമ്പോഴാണ് ചാർജ് സ്റ്റോപ്പ് ആവുള്ളൂ. ഇനി അടുത്തത് വാൾപേപ്പർ ആൻഡ് സ്റ്റൈലാണ്. ഇവിടെ കളർ പാലറ്റിന്റെ ഉള്ളിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയാനുള്ളത് ചേഞ്ച് വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് വിത്ത് AIന്റെ ഓപ്ഷന്റെ ഉള്ളിലുള്ള ഈ ഒരു ഫോട്ടോ ആംബിയൻ ഫീച്ചറാണ്. ഇതിന്റെ മേലെ ട്രൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇനി അടിയിൽ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ AI അനലൈസ് ചെയ്തതിനു ശേഷം നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ആ ഒരു സ്ഥലത്തുള്ള വെതർ കാണിച്ചു തരും. അതായത് കറന്റ് വെതർ കണ്ടീഷൻ അനുസരിച്ച് ഫോട്ടോയിൽ മഴ പെയ്യും, സ്നോ ചെയ്യും, പിന്നെ ഡേ ആൻഡ് നൈറ്റിന് അനുസരിച്ച് ലൈറ്റിംഗും മാറും ചെയ്യും. ഇനി അടുത്തതായിട്ട് ലോക്ക് സ്ക്രീൻ ആൻഡ് IOD സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ നൗ ബാർ എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിൽ നൗ ബ്രീഫ് എനേബിൾ ചെയ്യാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിന്റെ ഏറ്റവും അടിയിലായിട്ട് ഇതേപോലുള്ള ലൈവ് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അത് സാംസങ് ഹെൽത്ത് ക്ലോക്ക് അങ്ങനെ ഏതിനാ വേണ്ടേ അത് നമുക്ക് ഇവിടെ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. പിന്നെ ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ മീഡിയ പ്ലെയറും കറന്റ് മോഡും എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ മോർ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ബ്ലോക്ക് USB കണക്ഷൻ വൈൽ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ എൻഹാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ, ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ്, അങ്ങനെ കുറേ അധികം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് വരികയാണെങ്കിൽ ഇന്റർനെറ്റ് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ പ്രൈവസി ഡാഷ്ബോർഡ് കാണാം. അത് ബേസിക് ആണോ, സെക്യൂർ ആണോ, സ്ട്രിക്റ്റ് ആണോ എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ എത്ര ട്രാക്കേഴ്സിന് ഇന്ന് എത്ര തവണ ബ്ലോക്ക് ചെയ്തെന്നുള്ളതൊക്കെ കാണിച്ചു തരും. പിന്നെ ബാക്ക്വേർഡ് റീഡയറക്ഷൻ ബ്ലോക്ക് ചെയ്യാം, പോപ്പപ്സ് ബ്ലോക്ക് ചെയ്യാം, ആപ്സ് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ ബ്ലോക്ക് ചെയ്യാം. പിന്നെ മെലീഷ്യസ് സൈറ്റ്സിനെ കുറിച്ച് വാർണിംഗ് തരും, ഓട്ടോമാറ്റിക് ഡൗൺലോഡിംഗ് ബ്ലോക്ക് ചെയ്യും, സെക്യൂർഡ് ആയിട്ടുള്ള കണക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം പ്രൈവസി ഫീച്ചേഴ്സ്
ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ എനേബിൾ ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ അഡ്വാൻസ് ഫീച്ചേഴ്സിന്റെ ഉള്ളിൽ സൈഡ് ബട്ടൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പ്രസിന്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ എസ് പെന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഗസ്റ്റേഴ്സിന്റെ ഫീച്ചർ ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം S25 അൾട്രയിലെ എയർ ഗസ്റ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്ലൂടൂത്ത് റിമൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എസ് പെൻ യൂസ് ചെയ്തിട്ട് ഫോട്ടോ വരെ എടുക്കാൻ പറ്റില്ല. പക്ഷേ എയർ വ്യൂ പോലുള്ള കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ മോർ എസ് പെൻ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ പഴയ പോലെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇവിടെ കാണാനുണ്ടാവില്ല. അഡ്വാൻസ് ഫീച്ചേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും അടിയിൽ നോക്കുകയാണെങ്കിൽ ഗാലക്സി അവതാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമ്മുടെ പണ്ടത്തെ പോലെ അവതാർ സ്റ്റിക്കേഴ്സ്, അവതാർ ക്യാമറ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ക്യാമറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്ന് മാത്രം. സോ ഇതൊക്കെയാണ് One UI 7 വന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസും. ഇനിയും കൂടുതൽ ഫീച്ചേഴ്സ് വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ലേറ്റസ്റ്റ് ഇറങ്ങിയ S25 അൾട്രയുടെ അൺബോക്സിംഗ് വീഡിയോ, S25 അൾട്ര വേഴ്സസ് S24 അൾട്ര, S25 അൺബോക്സിംഗ് ആൻഡ് കമ്പാരിസൺ വിത്ത് S24, അങ്ങനെ 3 ലോങ് ഡീറ്റെയിൽ വീഡിയോസ് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്റെ ചാനൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. S25 സീരീസ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.